എല്ലാവർക്കും നമസ്കാരം. കോസ്റ്റ ഡയറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദ അൺഹിയർഡ് ക്രൈ ഫോർ മീനിങ് എന്ന് പറയുന്ന വിക്ടർ ഫ്രാങ്കിൾ എഴുതിയ പുസ്തകത്തെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നാസികളുടെ തടവുപാളയത്തിലെ ദുരിതങ്ങളെ അതിജീവിച്ച ഒരു വ്യക്തിയാണ് വിക്ടർ ഫ്രാങ്കിൾ. ഒരു മസ്തിഷ്ക രോഗ വിദഗ്ധനും ലോഗോതെറാപ്പിയുടെ പിതാവുമാണ് ഇദ്ദേഹം. മാനുഷികമായ സമീപനങ്ങൾക്ക് ചികിത്സയിൽ അതീവ പ്രാധാന്യമുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇത് ശരിക്കും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ആദ്യകാല രചനകളെല്ലാം തന്നെ നാസി ക്യാമ്പിലെ പീഡനങ്ങളും ദുരിതങ്ങളും ഒക്കെ വരച്ചു കാട്ടുന്ന കൃതികളായിരുന്നു. ഏതൊരു മനുഷ്യനും ഒരു ജീവിത ലക്ഷ്യം ഉണ്ടാകണം, അത് അത്യന്താപേക്ഷിതമാണ് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഇദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ നിരാശയുടെയും കഷ്ടപ്പാടുകളുടെയും കാരണം എന്ന് പറയുന്നത് ഒരു ജീവിത ലക്ഷ്യം ഇല്ല എന്നുള്ളതാണെന്നാണ്. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്നും അത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാനും ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കും. വർഷങ്ങളോളം കോർപ്പറേറ്റ് ജോലി ചെയ്ത് പ്രൊമോഷനുകൾക്കും ഉയർച്ചകൾക്കും പിന്നാലെ പായുകയും ശൂന്യവും നിവൃത്തിയും ഇല്ലാതെ ആകുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിലെ ലക്ഷ്യബോധം എന്താണെന്ന് അറിയാതെ ജീവിക്കുന്നു. ഇത് ഇന്നത്തെ മനുഷ്യരെ ഫേസ് ചെയ്യുന്ന അസ്തിത്വപരമായ ഒരു ശൂന്യതയാണ് പ്രതിനിധീകരിക്കുന്നത്. പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു 3 ആശയങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമതായി പറയുന്നത് ജീവിതത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കുക എന്നത് മനുഷ്യർക്ക് കഷ്ടപ്പാടുകളെ തരണം ചെയ്യാനും സംതൃപ്തി കൈവരിക്കാനും അത്യന്താപേക്ഷിതമാണെന്നാണ്. രണ്ടാമതായി പറയുന്നത് ലക്ഷ്യത്തിനായുള്ള ഓരോ വ്യക്തിയുടെയും അന്വേഷണം ഇമ്പോർട്ടന്റ് ആണ്. അത് പരിവർത്തനാത്മകമായ സ്വയം കണ്ടെത്തലുകളിലേക്കും വളർച്ചയിലേക്കും നയിക്കും. മൂന്നാമതായി പറയുന്നത് ഉത്തരവാദിത്വം, സ്നേഹം, അതിരുകടന്ന വികാരം എന്നിവ ഉൾക്കൊള്ളുന്നതിലൂടെ നിരാശയ്ക്കും കഷ്ടപ്പാടുകൾക്കും ഇടയിൽ പോലും ആളുകൾക്ക് അവരുടെ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു അർത്ഥം കണ്ടെത്താനാകും എന്നാണ്. വ്യക്തികൾക്ക് തങ്ങൾ നേരിടുന്ന വെല്ലുവിളികളോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ടെന്നും ഇങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള ഈ ഒരു കഴിവാണ് മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്നതെന്നും ഇദ്ദേഹം പറയും. സ്വയം കണ്ടെത്താനുള്ള ഈ ഒരു യാത്ര വ്യക്തിഗത വളർച്ചയ്ക്കും വികാസത്തിനും മാത്രമല്ല, വ്യക്തികളെ കൂടുതൽ അധികാരമായും അർത്ഥപൂർണമായും ജീവിക്കാനായിട്ടുള്ള ഒരു അവസരവും കൂടി ഉണ്ടാക്കി തരികയാണ്. അതുമാത്രമല്ല, ഫ്രാങ്കിൾ പറയുന്നത് ലക്ഷ്യം കണ്ടെത്താനുള്ള നമ്മുടെ യാത്രക്കിടയിൽ ഉണ്ടാകാനിടയുള്ളതും ഉണ്ടാകുന്നതുമായ കഷ്ടപ്പാടിനെ കുറിച്ചും ഫ്രാങ്കിൾ ഊന്നി പറയുന്നുണ്ട്. ഫ്രാങ്കിളിന്റെ ഈ ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും പ്രധാനവും നൽകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ കുറച്ച് സമയം മാറ്റിവെക്കാൻ. നമ്മുടെ മൂല്യങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്നുള്ള കാര്യത്തിലേക്കും ചിന്തിച്ചെത്താനായിട്ട് സാധിക്കുമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. വിക്ടർ ഫ്രാങ്കിൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ച് സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല, മറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് സജീവമായിട്ട് അന്വേഷിക്കുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ലക്ഷ്യത്തിനെയും അർത്ഥത്തിനെയും കുറിച്ചുള്ള അന്വേഷണം തുടരുകയും വേണമെന്നാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും അർത്ഥവത്തായിട്ടുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും അത് മറ്റുള്ളവരിലേക്ക് തിരിച്ചു നൽകുവാനും നമുക്ക് സാധിക്കുന്നതിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആഴത്തിലുള്ള അർത്ഥവും പൂർത്തീകരണവും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്ന് വിക്ടർ ഫ്രാങ്കിൾ ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഹ്യൂമൻ സൈക്കോളജി, ഫിലോസഫി, മൂവ്മെന്റ്സ്, പിന്നെ ലാംഗ്വേജ് തുടങ്ങി നിറയെ കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു ബുക്ക് ഫീൽഡാണ്. 224 പേജുകൾ മാത്രമാണ് ഈ പുസ്തകത്തിൽ വരുന്നത്. സോ എല്ലാവരും ഈ ഒരു പുസ്തകം വാങ്ങിച്ച് വായിക്കുക. നമ്മുടെ ലൈഫിലെ ലക്ഷ്യബോധവും അർത്ഥവും എന്താണെന്ന് കണ്ടെത്തുന്നതിന് ഈ ഒരു പുസ്തകം സഹായകമാകും. സോ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും